ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ 8:30 മണിക്കാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വന്നത്. ഇത് വന്നത് ശരിക്കും പറയാൻ സാധാരണ പോലെയല്ല. ഇവർ രാവിലെ മോർണിംഗിൽ ഒരു പാട്ട് ഇട്ട് കൊടുക്കുമല്ലോ, എല്ലാ വേക്കപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും എണീക്കുമ്പോൾ ഒരു പാട്ട് ഇട്ട് കൊടുക്കും. ആ പാട്ടിലാണ് ഇവർ വന്നത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. എല്ലാവരും വിചാരിക്കാത്ത സമയത്താണ് പുള്ളിക്ക് കയറി വന്നത്. സാധാരണ എല്ലാം ഇവരൊക്കെ പാട്ട് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഒരു 11 മണി 11:30 ആകുമ്പോഴേക്ക് സാധാരണ ഫാമിലി വന്നത്. ഇത് ആദ്യം തന്നെ ഇവർ എഴുന്നേച്ച് പാട്ടിട്ട് രാവിലെ തന്നെ 8:30 മണിക്ക് തന്നെ അവർ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ എല്ലാവരും പരിചയപ്പെട്ട് പിന്നെ ഫസ്റ്റ് തന്നെ മാല ഇതിടാൻ പറഞ്ഞു. ഇത് മോള് പോണ വരെ ഈ മാല ഇടണം എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ മാല ഇട്ട് പിന്നെ ആ റൂമിനകത്ത് പോയിട്ട് കുറേ കാര്യം പറഞ്ഞ് ഒറ്റയ്ക്ക് കളിക്കണം, ആരെയും നീ പേടിക്കേണ്ട ആവശ്യം, നിൻ്റെ വാപ്പയും ഉമ്മയുണ്ട്, എന്ത് കരയാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാപ്പയും ഉമ്മയുണ്ടെന്ന് ജാഫർക്ക് പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഗബ്രീനെ ഫോട്ടോ നോക്കി കരയരുത്, അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. കരയാൻ തോന്നുമ്പോൾ നമ്മുടെ ഫോട്ടോ നോക്കി കരയൂ എന്നൊക്കെ പറഞ്ഞത്. ഗബ്രീനെ ഫോട്ടോയിൽ അതൊക്കെ കരയണത് എന്ത് പറഞ്ഞാലും. അപ്പോൾ ഗബ്രി വേണ്ടെന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്. പിന്നെ മാല ഊരാൻ പറഞ്ഞ മാല, പക്ഷെ ജാസ്മിൻ അത് പറ്റൂല എന്ന് ജാസ്മിൻ പറഞ്ഞത്. സങ്കടം, ഭയങ്കര വിഷമം മാല ഊരാൻ പറഞ്ഞപ്പം. അപ്പോൾ പുള്ളിക്കാരൻ നല്ല സ്നേഹത്തിൽ ഇപ്പോൾ ബാപ്പയില്ലേ പറഞ്ഞനുസരിക്കുന്നൊക്കെ പറഞ്ഞ സ്നേഹത്തിൽ ഒരു അച്ഛൻ ചെയ്യുന്ന കടമ എല്ലാം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഇത്ര പുറത്തു നെഗറ്റീവ് വന്നിട്ട് അത്രക്കും പ്രശ്നമായിട്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പറയണേ. ഇപ്പോൾ ചെയ്തുകൊണ്ട് അയാൾക്കൊരു നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്താലും പുറത്തത്തെ നെഗറ്റീവ് എന്തായാലും ഫുൾ മാറാൻ പോകണില്ല. എന്ന് വെച്ചാൽ ഗബ്രി എന്തായാലും വള കെട്ടാൻ പോകണം. ഗബ്രി ഇപ്പോൾ മൈൻഡൊക്കെ മാറ്റി വിഷയമൊക്കെ മാറ്റിയാൽ ഗബ്രി വന്നത് ഗെയിമായിട്ട് ഫ്രണ്ടായിട്ട് ഗബ്രി കാണുന്നത്. പക്ഷേ ഇവളുടെ ജീവിതം അത് പോയിക്കണേ. ഇപ്പോൾ എന്ത് വന്നാലും ഇപ്പോൾ ആദ്യം തന്നെ ഇവർ ജാസ്മിൻ ഒന്ന് ചിന്തിച്ച് കളിച്ചെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ആവില്ല എന്നാൽ വീട്ടിൽ പുറത്തും ആവില്ല. അത് ഇനി ഗബ്രിൻ്റെ ഫോട്ടോ നോക്കി കരയാണ്ടിരിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഇപ്പോൾ എടുത്ത് മാറ്റാനാണ്. അപ്പോൾ ഇനി ആ നെഗറ്റീവ് പോയി കിട്ടും. ഗബ്രിൻ്റെ ഫോട്ടോ നോക്കി കരച്ചുള്ള നെഗറ്റീവ് പോയി കിട്ടും. ബാക്കിയുള്ള നെഗറ്റീവ് പോകില്ല, പുറത്തുള്ള നെഗറ്റീവ് അവിടെ തന്നെ കിടക്കും. എന്നാലും ഈ നെഗറ്റീവ് പോയി കിട്ടും. അതാണ് പുള്ളിക്കാരൻ ചെയ്തത് മെയിനായിട്ട്.